നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് കിരീടം ചൂടുക എന്ന ലക്ഷ്യത്തോടു കൂടി US വരികയാണ് ഫ്രാൻസ്. ഇന്ന് അവർ സന്നാഹ മത്സരം കളിക്കുന്നു നോർത്തേൺ അയർലൻഡുമായിട്ട്. അത് കഴിഞ്ഞിട്ട് US വേൾഡ് കപ്പിൽ മികച്ച രൂപത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നതാണ് അവരുടെ പ്ലാൻ. പക്ഷേ ഫ്രഞ്ച് ക്യാമ്പിൽ കാര്യങ്ങളെല്ലാം അത്ര ശുഭകരമല്ല. ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷനും താരങ്ങളും തമ്മിൽ വീണ്ടും ഉടക്കിലായി. പ്രധാനമായും സൂപ്പർ താരങ്ങൾ കിലിൻ എംബാപ്പെ, ചെർക്കി തുടങ്ങിയവരൊക്കെ ഇപ്പോൾ ഫെഡറേഷനെതിരെ പ്രതികരിച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നത് ഫ്രഞ്ച് സ്പോർട്സ് ഡെയിലി ആയിട്ടുള്ള ലെക്യുപ്പിലൂടെയാണ്. ലെക്യുപ്പിൻ്റെതാണ് ഫ്രാൻസ് ഫുട്ബോളും, അവരാണ് ബാലൻഡിയർ കൊടുക്കുന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ ലെക്യുപ്പാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ ഉദ്ധരിച്ചുകൊണ്ട് മറ്റു മാധ്യമങ്ങൾക്ക് ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഫ്രഞ്ച് ക്യാമ്പിൽ ഫെഡറേഷനും താരങ്ങളും തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതെയായിരിക്കുന്നു. ഏറ്റവും പുതിയ കോൺഫ്ലിക്റ്റിൻ്റെ കാരണം കഴിഞ്ഞ ദിവസം ഒരു പരസ്യം പുറത്തേക്ക് വന്നു, ഒരു ആഡ് പുറത്തേക്ക് വന്നു. അത് ഒരു ബെറ്റിംഗ് കമ്പനിയുടേതാണ്. ബെറ്റ് ക്ലിക്ക് എന്ന് പറയുന്ന ബെറ്റിംഗ് കമ്പനിയുടേത്. അതിൽ ചെർക്കിയുണ്ട്, എംബാപ്പയുണ്ട്, ഒലീസയുണ്ട്, ഡംബലയുണ്ട്, ഡെസേഡു ഉണ്ട്. ഇതിനെതിരെയാണ് ഇപ്പോൾ താരങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതെങ്ങനെ വന്നു? അപ്പോൾ അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഒരു ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നു. ഈ ഫോട്ടോഷൂട്ട് ഈ പരിപാടിക്കുള്ളതാണെന്ന് താരങ്ങൾക്കറിയില്ലായിരുന്നു. എംബാപ്പെ നേരത്തെ പറഞ്ഞാണ് ഇത്തരത്തിലുള്ള ഗാംബ്ലിംഗ് പരിപാടികളുടെ പരസ്യം പാടില്ല, അത് ആളുകൾ വഴിതെറ്റിക്കുന്നതാണ്. ഗാംബ്ലിങ്, ജങ്ക് ഫുഡുകൾ, ഇങ്ങനെയുള്ള ബ്രാൻഡുകളുടെ പരസ്യത്തിന് താരങ്ങൾ ഉണ്ടാവില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. അപ്പോഴാണ് ഈ ഒരു ഫെഡറേഷൻ ഈ ബെറ്റ് ക്ലിക്കുമായിട്ടൊക്കെ അവർക്ക് സ്പോൺസർഷിപ്പ് അഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ട് താരങ്ങളെ വെച്ച് ഫോട്ടോഷൂട്ട് നടത്തി അത് അവർക്ക് കൊടുത്ത് അങ്ങനെ പരസ്യമായിട്ട് വന്നിരിക്കുന്ന താരങ്ങൾ അതിനെക്കുറിച്ച് അവെയർ ആയിരുന്നില്ല എന്നുള്ളതാണ് വിഷയം. എന്തായാലും ടൂർണമെൻറ്റിന് മുമ്പ് ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷനും താരങ്ങളും തമ്മിൽ ഉടക്കിലായിരിക്കുകയാണ്. അതിലേറ്റവും ശക്തമായിട്ട് ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്തേക്ക് വന്നിരിക്കുന്നത് എംബാപ്പയും ചെർക്കിയുമാണ് എന്നുകൂടി ഇപ്പോൾ ലെക്യുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെയും പലവട്ടം ഓപ്പണായിട്ട് എംബാപ്പെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. തങ്ങളുടെ ഇമേജസ് ഉപയോഗിക്കുമ്പോൾ, ആ ഇമേജ് റൈറ്റ്സ് ഉപയോഗിക്കുമ്പോൾ അത് നല്ല രൂപത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഇമേജസ് മറ്റുള്ളവരിൽ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലേക്കായിരിക്കും ഇത് പോവുക. ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എംബാപ്പെ നേരത്തെയും വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത് വി ഡിസഗ്രീഡ് ഇൻ സം കേസസ് സച്ച് ആസ് ബ്രാൻഡ്സ് റിലേറ്റഡ് ടു ഫുഡ്സ്, അതായത് അൺഹെൽത്തി അല്ലാത്ത ഫുഡ്സ്, അതുപോലെ തന്നെ ഗാംബ്ലിങ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ സഹകരിക്കാൻ പറ്റില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഞങ്ങളിൽ പലരും വന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട്, ഗാംബ്ലിങ്ങും മറ്റ് കാര്യങ്ങളും കൊണ്ട് കുടുംബങ്ങൾ തകർന്നു പോയ ആ സാഹചര്യങ്ങളിൽ നിന്നാണ്. അത്തരം നൈബേഴ്സ് ഞങ്ങൾക്കുണ്ട്. എനിക്ക് നേരിട്ടറിയാവുന്ന ആളുകളുണ്ട് ഇത്തരം പ്രശ്നങ്ങളിൽ സഫർ ചെയ്യുന്നവർ. അപ്പോൾ അവരുടെ മുമ്പിലേക്ക് ഞങ്ങളുടെ ഇത്തരത്തിലുള്ള ആഡുകൾ പോയാൽ അത് പലരെയും ഇൻഫ്ലുവൻസ് ചെയ്യും, അത് സമ്മതിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എംബാപ്പെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട്. അപ്പോൾ ഈ വിഷയം മാത്രമല്ല, ഇതിനു മുമ്പ് തന്നെ ഫെഡറേഷനുമായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. വേൾഡ് കപ്പ് ബോണസ് ഇതുവരെ തീരുമാനമായിട്ടില്ല. ഫാമിലിക്കുള്ള ടിക്കറ്റിൻ്റെ വിഷയത്തിൽ അത് ഇൻസഫിഷ്യൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് താരങ്ങൾക്ക് എതിർപ്പുണ്ട്. ഇതുവരെ തീരുമാനമായിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളിടത്താണ് ഇത്തരത്തിലുള്ളൊരു വിഷയം കൂടി ഉയർന്നു വന്നിരിക്കുന്നത്. ഏതായാലും നോർത്തേൺ അയർലൻഡിനെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കോച്ച് ദിദിയർ ദശാമിനോട് മാധ്യമങ്ങൾ ഈ കാര്യം ചോദിച്ചു. എന്താണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, ഇമേജ് റൈറ്റുമായൊക്കെ ബന്ധപ്പെട്ട് ഇഷ്യൂ ഉണ്ടല്ലോ, താരങ്ങളും ഫെഡറേഷനും തമ്മിൽ ഇഷ്യൂ ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അതിന് കോച്ചിൻ്റെ മറുപടി, ഞാൻ ഈ വിഷയത്തിൽ ഇൻവോൾവ് അല്ല. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ഫെഡറേഷൻ പ്ലെയേഴ്സിൻ്റെ എംപ്ലോയീസ് അല്ല. സോ പ്ലെയേഴ്സിന് അവരുടേതായിട്ടുള്ള ഇമേജ് റൈറ്റ്സ് ഉണ്ട്. പലതരത്തിലുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. എന്തായാലും ഈ കാര്യങ്ങൾ സ്മൂത്ത്ലി കഴിയാവുന്നത്ര വേഗം പരിഹരിക്കപ്പെടണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം താരങ്ങൾക്ക് വേൾഡ് കപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഈ വിഷയത്തിൽ ഞാൻ ഇൻവോൾവ് അല്ല എന്നാണ് ദശാവിൻ്റെ മറുപടി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.